ഹലോ, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയപ്പോൾ ഭയങ്കര ഒരു തലക്ക് പിരാന്ത് കയറിയ ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ തലേന്ന് തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എളുപ്പമാണല്ലോ. ഇന്നലെ ഞാൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിലോ ഞാൻ ഇക്കാനോട് പറയാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയാണ്, അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ മറക്കും. അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്കത് ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത്, കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്ത് ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ എണ്ണയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒക്കെപ്പാടെന്ന് തലയ്ക്ക് പിരാന്ത് കയറിയ ദിവസമായിരുന്നു എന്ന്. പിന്നെ ഇപ്പം തെങ്ങും തേങ്ങൊന്നും ഇല്ലാത്ത നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിക്കാന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ഞാനെല്ലാം ഓയിലാണ് കേട്ടോ പൊരിക്കാറുള്ളത്. വെളിച്ചെണ്ണ ഞാൻ തൂമിക്കാനോ അങ്ങനെ എന്തിനേലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ മൂത്തച്ഛൻ്റെ മോനെ കൊണ്ട് കടയിൽ പോയി ഞാനൊരു ഓയിലും ബാഗ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കടല ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു തലേന്ന് തന്നെ. അത് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ പൂരിക്കുള്ളത് പെരത്തി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ പൂരി ഉണ്ടാക്കലൊക്കെ അവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ കറി അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തൂമിക്കാൻ വേണ്ടി വെളുത്തുള്ളിയും ചെറിയുള്ളിയും പാട് ഒന്ന് കുത്തിക്കാണ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ മുളക് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ വേപ്പിനില എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തില്ല. അപ്പം അങ്ങനെ ഇതാ കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ കുടിക്കണം. സിതപ്പോഴേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് പല്ല് തേക്കാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇവന് ഇത്രയും അനുസരണയോടെ ഇരിക്കുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, ആകെ ഒരു പൊട്ടിപ്പൊരിച്ചിലേക്കാറ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഇന്ന് ദോശയാണ് ചുട്ടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അവനക്ക് വേറെ കടിയേക്കാരട്ടോ വേണ്ടി വരിക. അപ്പോൾ അധികം അവന് എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും അവന് ചോറായിരിക്കും ആദ്യം ചോദിക്കട്ടെ, ചോറ് വേണമെന്നാണ് പറയല്. ഇന്നിപ്പോൾ നല്ല അനുസരണയോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. മക്കളെ ഏതായാലും മദ്രസ വിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബായ്. ഹലോ, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയപ്പോൾ ഭയങ്കര ഒരു തലക്ക് പിരാന്ത് കയറിയ ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്നല്ലേ, ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ തലേന്ന് തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എളുപ്പമാണല്ലോ. ഇന്നലെ ഞാൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.